എന്തു പറ്റി അമ്മേ? അവള് പോയടാ. ആര്? സ്വാതി. ഞങ്ങളെല്ലാവരും പോണ്ടെന്ന് പറഞ്ഞതാ, പക്ഷെ കേട്ടില്ല. നിനക്ക് വേണ്ടിയാ അവൾ ഇറങ്ങിപ്പോയത്, വേദയുടെ അസുഖം മാറാൻ. ഇതല്ലാതെ വേറെ വഴി ഉണ്ടായിരുന്നില്ലല്ലോ അവളുടെ മുമ്പില്. നീ പോവാൻ പറയുന്നതിന് മുമ്പ് അവളങ്ങ് ഇറങ്ങിയെന്നേ ഉള്ളൂ. ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ലായിരുന്നു. വേദയായിട്ട് ജീവിക്കുമ്പോ സ്വാതി ഒരു തടസ്സമാണല്ലോ. വേദയുമായിട്ട് ജീവിക്കാൻ പോകുന്ന നിന്നോട് ആരാ പറഞ്ഞത്? ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. സ്വാതിയെ വേണ്ടെന്ന് വെച്ചൊരു ജീവിതം അതെനിക്ക് വേണ്ട. അബദ്ധമായല്ലോ മോനെ. നിന്റെ മനസ്സിൽ ഇങ്ങനെയായിരുന്നു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ അവളെ പോവാൻ സമ്മതിക്കില്ലായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾ കാണിച്ചത് മഹാമണ്ടത്തരമായി പോയി. ഞാൻ വരുന്നതിന് മുമ്പ് അവളെ ഒരു കാരണവശാലും വിടരുതായിരുന്നു. ഒന്നും അല്ലെങ്കിലും ഞാൻ അവളുടെ ഭർത്താവല്ലേ. ഞങ്ങൾ പറഞ്ഞതാ, ഏട്ടത്തി കേട്ടില്ല. നീ വന്നാ പോവാൻ പറ്റില്ല നമുക്ക് തോന്നിക്കാണും. എല്ലാം തീരുമാനിച്ചുറച്ചതുപോലെയായിരുന്നു അവളുടെ പെരുമാറ്റം. ആവുന്നത് ഞങ്ങൾ പറഞ്ഞു നോക്കി, ഉൾക്കൊള്ളാൻ അവള് തയ്യാറായില്ല. ഒരു പക്ഷേ ഇതല്ലാതെ വേറെ വഴിയില്ലെന്ന് അവൾ കരുതി കാണും. ഇല്ലല്ലോ, വേദയ്ക്ക് എന്തായാലും നീലിനെ വേണം. അപ്പൊ പിന്നെ വേറെന്താ വഴി എന്ന് നീയാണോ തീരുമാനിക്കുന്നത്? ഞാൻ ആർക്കും വാക്കൊന്നും കൊടുത്തിട്ടില്ല. ഇങ്ങനെയല്ലല്ലോ നീ വേദയുടെ വീട്ടുകാരോട് പറഞ്ഞത്. അതൊക്കെ അവരുടെ വെറും ആഗ്രഹങ്ങൾ മാത്രമാണ്. അപ്പൊ വേദ രക്ഷപ്പെടണ്ടെന്നാണോ നീ പറയുന്നത്? നീ ഇല്ലാതെ അത് സാധിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. നിനക്കിപ്പോ വേദ ഒരു പ്രശ്നമേ അല്ല അല്ലേ? വിചാരണ വേണ്ട. സ്വാതിയേക്കാൾ വലുതല്ലേ ഇപ്പൊ എനിക്ക് മറ്റൊന്നും. എന്നാ പോയി വിളിച്ചോണ്ട് വാടാ സ്വാതിയെ. അത് തന്നെയാ ഞാൻ ചെയ്യാൻ പോകുന്നത്. വേണം മോനെ, നീ പറഞ്ഞത് തന്നെ അതിന്റെ ശരി. ഞാനും വരാം. വേണ്ട. തിരിച്ചു വരില്ലെന്ന് വിചാരിച്ചു അല്ലേ? വന്നത് കൂട്ടിക്കൊണ്ടു പോവാനാ. എന്നിട്ട് ഒരായുഷ്കാലം മുഴുവൻ ഒരുമിച്ച് ജീവിക്കാൻ. അപ്പൊ വേദ? അവളുടെ അസുഖം ഭേദമായി. ഞാനത് ഭേദമാക്കി. സംശയമുണ്ടെങ്കിൽ നിനക്ക് ആശുപത്രിയിൽ വിളിച്ച് ചോദിക്കാം. സംശയമില്ല ഏട്ടൻ, എനിക്ക് വിശ്വാസം. ഇതെന്റെ 2ാം ജന്മമാണ്. അനുഗ്രഹിക്കണം. എന്താ ഇത്? മോളിലല്ലേ, പോയി ടെസ്റ്റൊക്കെ പാക്ക് ചെയ്തെടുത്തു. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു, നിങ്ങളെ മൂടിയിരിക്കുന്ന മഞ്ഞിന്റെ പാളികൾ ഓരോന്നോരോന്നായി അടർന്നു വീഴുമെന്ന്. ഇപ്പോ എല്ലാം ശുഭമായി. ഇനി നിങ്ങളുടെ കാലം.
സ്വാതിക്ക് ശരിക്കും എന്നോട് വെറുപ്പുണ്ടോ? ഞാനൊരു നീചനാണെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ സ്വാതിക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. എന്നാ എനിക്ക് എന്നോട് തന്നെ തോന്നുന്നത് പുച്ഛമാ. സ്വാതി പോലൊരു പെൺകുട്ടിയെ ഇത്രയും നാളും ഞാൻ മനസ്സിലാക്കിയില്ല. ഇതൊക്കെ എന്തിനാ ഇപ്പൊ പറയുന്നേ? എൻ്റെ കുറ്റബോധം. നമ്മളെന്തായാലും ഇന്ന് മുതൽ പുതിയൊരു ലൈഫ് തുടങ്ങുകയാണല്ലോ. അത് തുടങ്ങുമ്പോൾ അല്പം പോലും കറ മനസ്സിലുണ്ടാവാൻ പാടില്ല എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. സ്വാതിക്കറിയോ, അന്ന് ഇതുപോലൊരു രാത്രിയിൽ ഈ മുറിയിലേക്ക് പാലുമായിട്ട് സ്വാതി കയറി വന്നപ്പോൾ ഞാൻ കരുതിയത് ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യപ്പെട്ട പുരുഷൻ ഞാനാണെന്നാ. പക്ഷെ ഇപ്പോ അന്നങ്ങനെ കരുതിയ ഞാൻ തന്നെ പറയുന്നു, ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത ജന്മം എൻ്റേതാണെന്ന്. വിദ്യാഭ്യാസവും കാശും ഒന്നും അല്ല ഒരു പെണ്ണിന്റെ സമ്പത്ത്. നല്ലൊരു മനസ്സാ, അത് നിനക്കുണ്ട്. എന്തിനാ സ്വാതി മടിച്ചു നിൽക്കുന്നത്? ഇരിക്ക് ഇരിക്ക് സ്വാ ഛെ, അയ്യേ. ഞാനൊരു കാര്യം പറഞ്ഞ പറഞ്ഞു. തോന്നുന്നത് പറയാനും നീ പറയുന്നത് കേൾക്കാനുമാണല്ലോ ഇന്നത്തെ ദിവസം. അതായത് അതായത് നാളെ 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 വെളുപ്പിന് ഞാൻ നിർമ്മാല്യം തൊഴാൻ പോകുന്നുണ്ട്. കൂടെ വരുന്നുണ്ട് ഏട്ടൻ. നിർമ്മാല്യോ? ഞാനോ? തനിച്ചങ്ങ് പോയാൽ മതി. ഞാൻ കരുതി റൊമാൻറ്റിക്കായി വേറെന്തോ കാര്യം പറയാൻ വരികയാണെന്ന്. സാരമില്ല, ഇത്തരം അബദ്ധങ്ങൾ എല്ലാവർക്കും പറ്റും. ഇന്നത്തെ ദിവസം സത്യം പറഞ്ഞാൽ അബദ്ധം പറ്റാനും കൂടി ഉള്ളതാ. കിടന്നോളൂ. എന്ത്? ഗുഡ് നൈറ്റ് പറയാൻ മറന്നു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇതെന്താ ഇവിടെ? എവിടെയെങ്കിലും താമസിക്കണ്ടേ? ലോഡ്ജിലോ? അല്ല, 5 സ്റ്റാർ ഹോട്ടലിൽ റൂം എടുക്കാം. നിന്റെ കയ്യിൽ കാശൊന്നുമില്ലല്ലോ. ഇല്ല. എന്നാലേ മിണ്ടാതെ എന്റെ കൂടെ വാ. അളിയ എന്താ നോക്ക്, നമ്മുടെ സമയം തെളിഞ്ഞെന്നാ തോന്നുന്നേ. എന്റെ വാരഫലത്തിലുണ്ടായിരുന്നളിയ നയനസുഖത്തിന് സാധ്യതയുണ്ട്. അതിലെനിക്ക് പരാതിയൊന്നും ഇല്ല കേട്ടോ. ഏട്ടന്റെ മനസ്സില് നമ്മൾ തമ്മിൽ ചേർച്ചയില്ല എന്നൊരു തോന്നലുണ്ടെങ്കിൽ നമുക്ക് ഇനി അങ്ങനെ പറയരുത്. എനിക്കത് ഇഷ്ടമല്ല.